യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നോമ്പിനെ കുറിച്ച് ചെറിയൊരു ചിന്ത ഈ പ്രഭാതത്തിൽ അച്ഛൻ പങ്കുവെക്കുകയാണ്. നോമ്പെന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് വലിയ നോമ്പെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തമ്പുരാൻ്റെ യേശുക്രിസ്തുവിൻ്റെ ത്യാഗത്തിലും പുനരുദ്ധാനത്തിലുള്ള ശ്രദ്ധയാണ്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ശുദ്ധീകരണത്തിൻ്റെയും മാനസാന്തത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെ സമയമാണ് നോമ്പ്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ അച്ഛൻ പറയാം, എന്താണ് നോമ്പ്? അതായത് ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ വലിയ ത്യാഗം ഓർക്കുന്നു നമുക്ക് വേണ്ടി. ഒപ്പം പുനരുദ്ധാനത്തിലേക്കും ശ്രദ്ധ നമ്മുടെ കടന്നു പോകുന്നു. അപ്പം നോമ്പ് എന്നെ പറ്റിയാണ്. അപ്പം ഈ നോമ്പ് നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്രദമാകേണ്ടത്? ഈ നോമ്പെടുക്കുമ്പോൾ നാം എങ്ങനെ അത് ചെലവഴിക്കാൻ ശ്രമിക്കണം? അത് നമ്മുടെ ആത്മീയ ശുദ്ധീകരണത്തിൻ്റെയും അതുപോലെ നമ്മുടെ മാനസാന്തത്തിൻ്റെയും സമയമാണ് നോമ്പ്. ഇനി നോമ്പെന്ന് പറയുമ്പോൾ അച്ഛൻ നോമ്പ് 3 തൂണുകളെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. നോമ്പെന്ന് പറയുന്നതിൻ്റെ 3 തൂണുകൾ ഏതാ? പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. പ്രിയമുള്ളവരെ, മറക്കരുത്, നോമ്പിൻ്റെ 3 തൂണുകൾ. ഈ തൂണിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന നോമ്പെങ്കിൽ നോമ്പിനോട് വിശ്വാസപുലർത്തുക എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ദാനധർമ്മത്തിനും സമയം ചെലവഴിക്കണം, പ്രാർത്ഥിക്കണം, അതുപോലെ ത്യാഗം എടുത്ത് ഉപവാസം എടുക്കണം, ദാനധർമ്മം ചെയ്യണം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പ് ധന്യമാകും. തീർച്ചയായിട്ടും ആത്മത്യാഗവും ആത്മീയ ശുദ്ധീകരണവും ലളിത ജീവിതമൊക്കെ നോമ്പിൻ്റെതായ ഫലങ്ങൾ നമ്മളിൽ പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നോമ്പ് കാലത്തോടെ നമ്മുടെ മാനുഷ്യ ആഗ്രഹങ്ങൾ, തെറ്റായ ആഗ്രഹങ്ങളാണ് അച്ഛൻ പറയുന്നത്. അതുപോലെ ജഡികാസക്തികളൊക്കെ നിഹനിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ഒരു കാലം. പ്രിയമുള്ളവരെ, എങ്കിൽ നോമ്പ് കാലം മനോഹരമാക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിൻ്റെ ചെറിയ ചിന്ത മറ്റു മക്കളെ പങ്കുവെക്കണം കേട്ടോ. നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. നീ ആർക്ക് പങ്കുവെക്കുന്നോ ആ വ്യക്തികളിത് ധ്യാനിക്കുമ്പോൾ അവരെ കർത്താവ് അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കാം. നോമ്പുകാലം പരിപൂർണമാകുവാനുള്ള കൃപ കിട്ടാനുള്ള ആഗ്രഹങ്ങളെ വാഗ്ദത്ത പെട്ടകത്തിലേക്ക് സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളികളാകാം.